Hi dear students, the next problem is Naive-Bayesian algorithm. Okay. In Naive-Bayesian algorithm നമുക്ക് ഇതേപോലൊരു ട്രാൻസാക്ഷൻ ഡേറ്റാബേസ് തന്നിട്ടുണ്ടായിരിക്കും. ദെൻ നമുക്ക് ഒരു ടപ്പിളും തന്നേക്കും. ആ ടപ്പിൾ ഏത് ക്ലാസ്സിലാണെന്നാണ് നമ്മൾ അക്കോർഡിംഗ് ടു Naive-Bayesian algorithm യൂസ് ചെയ്ത് ഡിറ്റർമൈൻ ചെയ്യേണ്ടത്. ഓക്കെ, അപ്പോൾ ഇവിടെ ഏത് ക്വസ്റ്റ്യൻ തന്നിരുന്നാലും ഫസ്റ്റ് നമ്മൾ ഫൈൻഡ് ഔട്ട് ചെയ്യേണ്ടത് ഇവിടുത്തെ നമുക്ക് രണ്ട് ക്ലാസ്സാണുള്ളത്, എസ് ക്ലാസ്സും ഉണ്ട് നോ ക്ലാസ്സും ഉണ്ട്. ടോട്ടൽ ഇവിടെ 14 ടപ്പിൾസ് ആണുള്ളത്. അപ്പോൾ അതിൻ്റെ പ്രോബബിലിറ്റി, ഈ ക്ലാസ്സിൻ്റെ പ്രോബബിലിറ്റി നമ്മൾ ഫസ്റ്റ് ഫൈൻഡ് ഔട്ട് ചെയ്യണം. സോ ഹിയർ ഫസ്റ്റ് പി ഓഫ് എസ് 14ൽ 9s ഉണ്ട്, അതിൻ്റെ പ്രോബബിലിറ്റി കണ്ടുപിടിക്കുക. ദെൻ 14ൽ 5 നോ ഉണ്ട്, അതിൻ്റെ പ്രോബബിലിറ്റി കണ്ടുപിടിക്കുക. ഓക്കെ, നെക്സ്റ്റ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത് ഈ ഓരോ ആട്രിബ്യൂട്ടിനെയും ബേസ് ചെയ്തിട്ട് എസ്സും നോയും, അതായത് ക്ലാസ്സിനെ ബേസ് ചെയ്ത് ആ ആട്രിബ്യൂട്ടിനെയും ബേസ് ചെയ്തിട്ടുള്ള പ്രോബബിലിറ്റി കണ്ടുപിടിക്കാം. അതിപ്പോൾ ഫസ്റ്റ് ആട്രിബ്യൂട്ട് എന്ന് പറയുന്നത് ഇവിടെ ഏജ് യൂത്ത് ആണ്. സോ ഏജ് യൂത്ത് ആവുമ്പോൾ എസ് എത്ര ക്ലാസ്സിൽ വരും, എസ് ക്ലാസ് എത്ര ടപ്പിൾസിൽ വരുന്നുണ്ട്, ഏജ് യൂത്ത് ആവുമ്പോൾ നോ ക്ലാസ് എത്ര ടപ്പിൾസിൽ വരുന്നുണ്ട്. ഓക്കെ, അപ്പോൾ അതിൻ്റെ പ്രോബബിലിറ്റി കണ്ടുപിടിക്കുമ്പോൾ ഇവിടെ നമ്മൾ പ്രോബബിലിറ്റി കണ്ടുപിടിക്കുമ്പോൾ ഡിനോമിനേറ്ററിൽ ടോട്ടൽ ടപ്പിൾസാണ് എടുക്കുന്നത്. ദെൻ ഓരോ ആട്രിബ്യൂട്ട് വൈസ് നമ്മൾ കണ്ടുപിടിക്കുമ്പോൾ അവിടുത്തെ ഡിനോമിനേറ്ററായിട്ട് നമ്മൾ എടുക്കുന്നത് ഈ എസ് എത്ര ഉണ്ട് നോ എത്ര ഉണ്ട് അതിനെ ബേസ് ചെയ്താണ്. സോ ടോട്ടൽ 9s ഉണ്ട്, അതിൽ ഏജ് യൂത്ത് ആവുമ്പോൾ എത്ര എസ് ഉണ്ട്, ദെൻ ടോട്ടൽ 5 നോ ഉണ്ട്, അതിൽ ഏജ് യൂത്ത് ആവുമ്പോൾ എത്ര നോ വരുന്നുണ്ട്. ഓക്കെ, അതിനെ ബേസ് ചെയ്തിട്ടുള്ള പ്രോബബിലിറ്റി നമ്മൾ ഫൈൻഡ് ഔട്ട് ചെയ്യണം. നെക്സ്റ്റ് ഇതേപോലെ അടുത്ത ആട്രിബ്യൂട്ട് മീഡിയം, ദെൻ എസ് സ്റ്റുഡൻറ്റ് ഈക്വൽ ടു എസ്, ക്രെഡിറ്റ് റേറ്റിംഗ് ഈക്വൽ ടു ഫെയർ. ഈ ആട്രിബ്യൂട്ടിൻ്റെ കേസിലെല്ലാം എസ് വരുമ്പോൾ എത്ര ഇൻകം മീഡിയം വരുന്നുണ്ട്, നോ വരുമ്പോൾ എത്ര ഇൻകം മീഡിയം വരുന്നുണ്ട്, അതേപോലെ എല്ലാം ഫൈൻഡ് ഔട്ട് ചെയ്യണം. ഓക്കെ, ദെൻ നെക്സ്റ്റ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത് ഈ ആട്രിബ്യൂട്ടിൻ്റെ വാല്യൂസിനെ എല്ലാം കൂടെ മൾട്ടിപ്ലൈ ചെയ്യാം. ഓക്കെ, അതായത് ആട്രിബ്യൂട്ടിൽ നമ്മൾ എല്ലാ ആട്രിബ്യൂട്ടിൻ്റെയും എസ് ക്ലാസ് വരുമ്പോൾ ഉള്ള വാല്യൂസും എല്ലാ ആട്രിബ്യൂട്ടിൻ്റെയും നോ ക്ലാസ് വരുമ്പോൾ ഉള്ള വാല്യൂസും എല്ലാം കൂടെ നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യാം. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് നമ്മൾ ക്ലാസ്സിൻ്റെ പ്രോബബിലിറ്റി കണ്ടുപിടിച്ചു. ദെൻ ഓരോ ആട്രിബ്യൂട്ടിനെ എടുത്തിട്ട് എസ് ക്ലാസ് വരുമ്പോൾ ഉള്ള പ്രോബബിലിറ്റി, നോ ക്ലാസ് വരുമ്പോൾ ഉള്ള പ്രോബബിലിറ്റി, ദെൻ ഈ ആട്രിബ്യൂട്ട്സിൻ്റെ എല്ലാം കൂടെ എസ് വരുമ്പോൾ ഉള്ള പ്രോബബിലിറ്റീസ് എല്ലാം കൂടെ മൾട്ടിപ്ലൈ ചെയ്യുക, നോ വരുമ്പോൾ ഉള്ള പ്രോബബിലിറ്റീസ് എല്ലാം കൂടെ മൾട്ടിപ്ലൈ ചെയ്യുക. ദെൻ ഫൈനലി ക്ലാസ്സിൻ്റെ എസ്സും ആട്രിബ്യൂട്ട് വൈസുള്ള എസ്സും എല്ലാം കൂടെ മൾട്ടിപ്ലൈ ചെയ്യുക. കണ്ടോ, ക്ലാസ്സിൻ്റെ എസ്സും പ്രോബബിലിറ്റി വൈസിട്ടുള്ള എസ്സും കൂടെ നമ്മൾ മൾട്ടിപ്ലൈ. അതുപോലെ ഇവിടെയും ക്ലാസ്സിൻ്റെ എസ് വാല്യൂവും ഓരോ ആട്രിബ്യൂട്ടിനെ ബേസ് ചെയ്തിട്ടുള്ള വാല്യൂസും കൂടെ മൾട്ടിപ്ലൈ ചെയ്യുക. ഫൈനലി ഇതിനകത്ത് ഏതാണോ ഹയർ, എസ് ആണ് ഹയർ, സോ ഫൈനലി ക്ലാസ് എസ് ആയിരിക്കും വരുന്നത്. നെക്സ്റ്റ് യൂണിവേഴ്സിറ്റി ചോദിച്ചിട്ടുള്ളൊരു ക്വസ്റ്റ്യനുമാണ്. ഇവിടെ ക്ലാസ് എന്ന് പറയുന്നത് നമുക്ക് given the following data which consists of a set of patients seen by a doctor, can the doctor conclude that person having chills, running nose, headache, fever ഉള്ളവർക്ക് ഫ്ലൂ ഉണ്ടോ ഇല്ലയോ എന്നുള്ളതാണ്. സോ എസ്സും ഉണ്ട് നോയും ഉണ്ട്, രണ്ട് ക്ലാസ്സാണ് ഇവിടെ ഉള്ളത്. ഓക്കെ, ദെൻ ഇവിടുത്തെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഡേറ്റ സാമ്പിളിൽ എക്സ്, ചിൽസ് വൈ, റണ്ണിങ് നോയ്സ് എൻ, ഹെഡേക്ക് മൈൽഡ് ആൻഡ് ഫീവർ ഈക്വൽ ടു വൈ. ഇതാണ് ക്വസ്റ്റ്യൻ. ചിൽസ് യെസ്, റണ്ണിങ് നോസ് എൻ, ഹെഡേക്ക് മൈൽഡ്, ഫീവർ വൈ ആണെങ്കിൽ ഏത് ക്ലാസ് ആയിരിക്കും. ഓക്കെ, എന്നിപ്പോൾ നേരത്തെ നമ്മൾ പറഞ്ഞതുപോലെ തന്നെ ഇവിടെ നമുക്ക് രണ്ട് ക്ലാസ് ഉണ്ട്, എസ് ക്ലാസ് ഉണ്ട് നോ ക്ലാസ് ഉണ്ട്, അതിൻ്റെ രണ്ടിൻ്റെയും പ്രോബബിലിറ്റി ഇവിടെ ടോട്ടൽ 1 2 3 4 5 6 7 8 ഉണ്ട്. 8ൽ എത്ര നോ ഉണ്ട് എത്ര എസ് ഉണ്ടെന്ന് കാൽക്കുലേറ്റ് ചെയ്യുക. ദെൻ ഫ്ലൂ ഈക്വൽ ടു എസ് എത്ര ഉണ്ട് നോ എത്ര ഉണ്ട്. ഫസ്റ്റ് സ്റ്റെപ്പ് കഴിഞ്ഞു. ഇനി സെക്കൻഡ് സ്റ്റെപ്പിൽ എന്താ, ഓരോ ആട്രിബ്യൂട്ട് എടുക്കുക, അതിൻ്റെ എസ് എത്രയാണോ നോ എത്രയാണോ എന്ന് നമ്മൾ ഫൈൻഡ് ഔട്ട് ചെയ്യാം. ഓക്കെ, ദെൻ തേർഡ് സ്റ്റെപ്പ് എന്താ, തേർഡ് സ്റ്റെപ്പിൽ നമ്മൾ എസ് ഉള്ള എല്ലാം കൂടെ മൾട്ടിപ്ലൈ ചെയ്യുക, നോ ഉള്ള എല്ലാം കൂടെ മൾട്ടിപ്ലൈ ചെയ്യുക. ഫോർ എക്സാമ്പിൾ ഇവിടുത്തെ എസ് വരുന്നത് നമുക്ക് 0.6, 0.2, 0.4, 0.8, 0.6 അതിനെ എല്ലാം കൂടെ മൾട്ടിപ്ലൈ ചെയ്യുക. ദെൻ നോ വരുന്ന എല്ലാം കൂടെ മൾട്ടിപ്ലൈ ചെയ്യുക. ഫൈനലി ഇൻ ലാസ്റ്റ് സ്റ്റെപ്പിൽ നമ്മുടെ മെയിൻ എസ്, ദാറ്റ് മീൻസ് മെയിൻ എസിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് 0.62 ഇൻറ്റു എസ് വരുമ്പോൾ ഓരോ ആട്രിബ്യൂട്ട്സ് എസ് വരുമ്പോൾ ഉള്ള പ്രോബബിലിറ്റി എല്ലാം കൂടെ മൾട്ടിപ്ലൈ ചെയ്തത് 0.62
0384. അതിന് രണ്ടിനെയും കൂടെ നമ്മൾ മൾട്ടിപ്ലൈ ചെയ്തു. അതുപോലെ നോയുടെയും നോ ക്ലാസിൻ്റെ പ്രോബബിലിറ്റി, ദെൻ ഓരോ ആട്രിബ്യൂട്ട്സും നോ ക്ലാസ് വരുമ്പോൾ ഉള്ള പ്രോബബിലിറ്റി. അതിൽ ഏറ്റവും മിനിമം എന്ന് പറയുന്നത് എസ് ക്ലാസിൻ്റെ കേസായിരുന്നു, ഏറ്റവും മാക്സിമം എന്ന് പറയുന്നത് എസ് ക്ലാസിൻ്റെ കേസായിരുന്നു. സോ ഇവിടുത്തെ ഫൈനൽ ക്ലാസ് നമ്മൾ കൊടുത്തിട്ടുള്ള എക്സിൻ്റെ ഫൈനൽ ക്ലാസ് എസ് എന്നായിരിക്കും വരുന്നത്. ഓക്കെ, അപ്പോൾ നമ്മളിപ്പോൾ പറഞ്ഞത് ന്യൂമറിക്കൽ വാല്യൂസിൻ്റെ കേസല്ലാണ്, കാറ്റഗറിക്കൽ വാല്യൂസിൻ്റെ കേസാണ്. ഇനി ഒരു തവണ എക്സാമിന് ചോദിച്ചിട്ടുള്ളത് ന്യൂമറിക്കൽ വാല്യൂൻ്റെ കേസാണ്. ഹിയർ നമുക്ക് ഒരു പേഴ്സൻ്റെ ഹൈറ്റും വെയ്റ്റും ഫുട്ട് ഇഞ്ചസും തന്നിട്ടുണ്ട്. ദെൻ ഹിയർ ഇവിടെ നമുക്ക് ഡിറ്റർമൈൻ ചെയ്യാനുള്ളത് ഡിറ്റർമൈനിങ് ദ ജെൻഡർ ഓഫ് എ പേഴ്സൺ ഹാവിങ് ഹൈറ്റ് 6 feet, വെയ്റ്റ് 130 lbs ആൻഡ് ഫുഡ് സൈസ് 8. സോ ജെൻഡറാണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഇവിടുത്തെ ക്ലാസ് എന്ന് പറയുന്നത് എന്താണ്? ജെൻഡറാണ്. അതായത് ഇവിടെ മെയിൽ ഫീമെയിൽ എന്ന് പറഞ്ഞ 2 ക്ലാസ്സാണ് ഉള്ളത്. ഓക്കെ, അപ്പോൾ ആദ്യമേ നമ്മൾ എന്ത് കണ്ടുപിടിക്കണം? നമ്മൾ മെയിലിൻ്റെ പ്രോബബിലിറ്റി കണ്ടുപിടിക്കണം. ദെൻ ഫീമെയിലിൻ്റെ പ്രോബബിലിറ്റി കണ്ടുപിടിക്കണം. ഓക്കെ, ദെൻ ഇവിടെ നമ്മൾ കണ്ടുപിടിക്കേണ്ടത് ഓക്കെ, അപ്പോൾ നെക്സ്റ്റ് നമുക്കിനി കണ്ടുപിടിക്കാനുള്ളത് ഇവിടെ നമുക്ക് തന്നേക്കുന്ന ഇക്വേഷൻ ക്വസ്റ്റ്യൻ അനുസരിച്ചാണെങ്കിൽ 6 feet ആയിരുന്നു, ദെൻ 130 ആൻഡ് 8. ഓക്കെ, ഇത് നമ്മൾ കണ്ടുപിടിക്കുന്നത് ഓരോ ആട്രിബ്യൂട്ട്സ് വെച്ച് നോക്കുമ്പോൾ ഈ മെയിൽസിൽ 6 ഹൈറ്റുള്ള എത്ര പേരുണ്ട്? 1 2 3. സോ ടോട്ടൽ 4 മെയിൽസിൽ 6 ഹൈറ്റ് ഈക്വൽ ആയിട്ടുള്ള 3 ഇൻറ്റു ഇനി 4 മെയിൽസിൽ 130 വെയ്റ്റ് ഈക്വലൻ്റ് ആയിട്ടുള്ള ആരെങ്കിലും ഉണ്ടോ എന്ന് ചെക്ക് ചെയ്യണം. ഇല്ല. സോ 0 ഇൻറ്റു ദെൻ ടോട്ടൽ 4 മെയിൽസിൽ ഈ ഫുഡ് സൈസ് 8 ഈക്വലൻ്റ് ആയിട്ടുള്ള 1 ഇൻറ്റു നമ്മുടെ പി ഓഫ് മെയിലിൻ്റെ പ്രോബബിലിറ്റി. ഓക്കെ, സോ 0.5 ഇൻറ്റു നമ്മുടെ ഹൈറ്റ് 6 എത്ര മെയിൽസിന് നമ്മുടെ ഗിവൻ ട്രാൻസാക്ഷനിൽ എത്ര മെയിൽസിനാണോ 6 ഹൈറ്റ് ഉണ്ടായിരുന്നത് 3/4 ഇൻറ്റു വെയ്റ്റ് 130 ഉള്ള ആരുമില്ല. സോ 0/4 ഇൻറ്റു ഫുഡ് സൈസ് 8 ഉള്ള ഒരാളുണ്ടായിരുന്നു. സോ 1/4 കണ്ടുപിടിക്കാം. ഇതേപോലെ ഫീമെയിലിൻ്റെ കേസിലും എന്ത് ചെയ്യണം? നമ്മൾ ഫീമെയിലിൻ്റെ കേസ് എടുത്ത് നോക്കുമ്പോഴും ഹൈറ്റ് 6 ഉള്ള ഒരാൾ, സോ 1/4, വെയ്റ്റ് 130 ഉള്ള 2 പേര്, സോ 2/4, ഫുഡ് സൈസ് 8 ഉള്ളത് 2, സോ 2/4. സോ ഹിയർ ആൾസോ 1/4 ഇൻറ്റു 2/4 ഇൻറ്റു 2/4 ഇൻറ്റു 0.5, ദിസ് 0.5 ഈക്വൽ ടു 0.315. മനസ്സിലായോ? ആദ്യമേ നമ്മളുടെ ഫസ്റ്റ് ക്ലാസ് മെയിൽ ക്ലാസ്സിൻ്റെ പ്രോബബിലിറ്റി കണ്ടുപിടിക്കുക, ദെൻ ഫീമെയിൽ ക്ലാസ്സിൻ്റെ പ്രോബബിലിറ്റി കണ്ടുപിടിക്കുക. ഇനി ഈ പറഞ്ഞ 2 ക്ലാസ്സിലും മെയിൽസിലും ഫീമെയിൽസിലും നമ്മൾ കൊടുത്തേക്കുന്ന ഗിവൺ ടപ്പിൾ ടെസ്റ്റ് ടപ്പിളിൻ്റെ വാല്യൂ എന്താണ്? ഇവിടുത്തെ ഹൈറ്റിൻ്റെ വാല്യൂ 6 ആയിരുന്നു. അപ്പോൾ 6 എത്ര മെയിൽസ് 6 ആയിട്ടുണ്ടോ നമുക്ക് തന്നേക്കുന്നതിനകത്ത്, എത്ര വെയ്റ്റ് 130 ആയിട്ടുണ്ട് മെയിൽസിൽ, ദെൻ മെയിൽസിൽ എത്ര പേരുടെ ഫുഡ് സൈസ് 8 ഉണ്ടോ ആ ഒരു പ്രോബബിലിറ്റി നമ്മൾ ഫൈൻഡ് ഔട്ട് ചെയ്യുക. അതിനെ നമ്മുടെ മെയിൻ ക്ലാസ് പ്രോബബിലിറ്റി ആയിട്ട് ഇൻറ്റു. അതുപോലെ ഫീമെയിലിൻ്റെ ക്ലാസ് എടുക്കുമ്പോൾ ഫീമെയിലിൻ്റെ പ്രോബബിലിറ്റി ഇൻറ്റു നമ്മുടെ ഹൈറ്റ് എത്ര ഫീമെയിൽസിന് 6 ഉണ്ട്, ദെൻ വെയ്റ്റ് എത്ര ഫീമെയിൽസിന് 130 ഉണ്ട്, ദെൻ ഫുഡ് സൈസ് എത്ര ഫീമെയിൽസിന് 8 ഉണ്ട്, ആ ഒരു പ്രോബബിലിറ്റിയും കൂടെ കൺസിഡർ ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇതിൽ രണ്ടിൻ്റെയും കേസിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഫൈനലി ഇതിൽ ഏറ്റവും മാക്സിമം വാല്യൂ എന്ന് പറയുന്നത് എന്തായിരുന്നു? 0.0 ദിസ് വാല്യൂ ആണ് മാക്സിമം. സോ ഇവിടുത്തെ ക്ലാസ് ഫീമെയിൽ ആയിരിക്കും കിട്ടുന്നത്. ഓക്കെ, ഇങ്ങനെയാണ് ന്യൂമറിക്കലിൻ്റെ കേസിൽ നമ്മൾ ചെയ്യുന്നത്. നമുക്ക് തന്നേക്കുന്ന ഗിവൺ ടപ്പിളിൽ ന്യൂമറിക്കലിൻ്റെ കേസിൽ നമുക്ക് തന്നേക്കുന്ന ഗിവൺ ടപ്പിളും ദെൻ നമുക്ക് തന്നേക്കുന്ന സെറ്റ് ഓഫ് ട്രാൻസാക്ഷൻസ് എടുത്ത് നമുക്ക് കണ്ടുപിടിക്കേണ്ട ആളുടെ വാല്യൂവും ദെൻ നമ്മുടെ ട്രാൻസാക്ഷൻസിൽ ഡാറ്റാബേസിൽ തന്നേക്കുന്ന വാല്യൂസും തമ്മിൽ കമ്പയർ ചെയ്തിട്ട് എത്ര പേർക്ക്
വാല്യൂ ഈക്വൽ ആയിട്ടുണ്ടെന്ന് നോക്കുക. അതായത് ഹൈറ്റ് 6 ഉള്ള എത്ര മെയിൽസ് ഉണ്ട്, ഫീമെയിൽസ് ഉണ്ട്, വെയിറ്റ് 130 എത്ര ഫീമെയിൽസ് ഉണ്ട്, മെയിൽസ് ഉണ്ട്. അതുപോലെ ഫുഡ് സൈസിൻ്റെ കാര്യം നോക്കി ആ ഒരു പ്രോബബിലിറ്റി കണ്ടുപിടിച്ചിട്ട് ആ പ്രോബബിലിറ്റീനെ നമ്മുടെ മെയിൻ പ്രോബബിലിറ്റി ആയിട്ട് ഇൻറ്റു ചെയ്ത് അതിൽ മാക്സിമം ഉള്ള ആളെ എടുക്കുക. ഇവിടെ ഫീമെയിലാണ് മാക്സിമം, സോ ദ ഫൈനൽ ക്ലാസ് ഈസ് ഫീമെയിൽ. ഓക്കെ, താങ്ക് യു. ഇതും നമുക്ക് നെയ്വ് ബയേഴ്സിൻ്റെ ക്വസ്റ്റ്യനും ഷുവറായിട്ട് ചോദിക്കുന്നതാണ്. അപ്പോൾ ഈ ന്യൂമറിക്കലിൻ്റെ കേസ് നിങ്ങൾ പഠിക്കണം, ദെൻ കാറ്റഗറിക്കൽ വാല്യൂയുടെ കേസും ചെയ്ത് പഠിക്കണം. ഷുവർ ക്വസ്റ്റ്യനാണ്, 9 or 10 മാർക്സിന് ചോദിക്കുന്നതാണ്. ഓക്കെ, താങ്ക് യു.